മന്ത്രി പി രാജീവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമായി ഇപ്പോൾ പ്രേമം പാലത്തിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. പ്രേമം സിനിമയിലെ സിജു വിൽസൺ അടക്കമുള്ള ആളുകൾ ഉണ്ട്. പ്രേമം സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രം തന്നെ ഈ പാലമായിരുന്നു. ഇവരെല്ലാം സൈക്കിളൊക്കെ ചവിട്ടിയും ഇവിടെ കൈവരിയിലൊക്കെ ഇരുന്ന് പ്രണയത്തിൻ്റെ പുതിയ പാഠങ്ങൾ തലമുറയ്ക്ക് കൈമാറിയ ഒരിടമാണ്. അപ്പോൾ അതിനെങ്ങനെ ഒരു ടൂറിസത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ ടൂറിസം വകുപ്പ് ചില സിനിമകളുടെ ഡെസ്റ്റിനേഷനുകൾ അന്നത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളും ഇതിൻ്റെ പ്രേമം പാലം ഒരു പുതിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതി ആവിഷ്കരിച്ചത്. ബജറ്റിൻ്റെ ഒക്കെ അവസാന ഘട്ടത്തിലാണ് ഇതിൻ്റെ വിശദമായ ചർച്ചകൾ വന്നത്. ഇപ്പോൾ തത്വത്തിൽ അതിനുള്ള അംഗീകാരത്തിലേക്ക് എത്തി. ഇപ്പോൾ പുതിയ പ്രകടന പത്രികയിൽ ജനങ്ങൾ പുതിയ തലമുറയുടെയും പഴയ ആളുകളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കൂടി വിളക്കിച്ചേർക്കണം. അപ്പോൾ അതിനുള്ള ഒരു പ്രചരണം കൂടിയായിട്ടാണ് ഈ യാത്ര. സിജുവും കൂടി വന്നാൻ തയ്യാറായതിന് പ്രത്യേകം നന്ദി. അത് വെച്ചിട്ടുള്ള യാത്ര നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ സിജു കൂടി ചേരുകയാണ്. ഈ കോസ്റ്റ്യൂമിൽ ഈ പാലത്തിൽ വീണ്ടും ഇത് കേരളത്തിലുള്ള എല്ലാവരും ഇടുന്ന കോസ്റ്റ്യൂമാണ്. ഈ ഷെയ്ഡ്സ് ഒക്കെ വെറുതെ വെക്കുന്ന അല്ല, ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അത് പറയുന്ന പോലെ ഇങ്ങനെ റിനോവേഷൻ നടത്തുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഇപ്പോൾ ഇവിടെയുള്ള എന്താ പറയുക, ഇപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ വാക്കിനൊക്കെ ഇറങ്ങുന്ന ആൾക്കാർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി സൈക്ലിങ്ങും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു റിനോവേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു കാര്യമായിട്ട് വന്നത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ സഹപ്രവർത്തകരായ പല ആളുകളും ഇത്തവണ ഉണ്ട്, മത്സര രംഗത്തുണ്ട്. അതിനെക്കുറിച്ച് അല്ല, എല്ലാവർക്കും വിജയാശംസകൾ നേരാനായിട്ട് ഇപ്പോൾ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഏത് മേഖലയിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ജനങ്ങൾക്ക് വേണ്ടി എന്നാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനനുസരിച്ചിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രവർത്തനം ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കുക, അത്ര പറയാനുള്ളത്. എന്തായാലും ഈ പ്രേമം പാലം എന്നിത് അറിയപ്പെടുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് ആകെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിരുന്നു. ഇതൊക്കെ നവീകരിക്കുന്നതിന് വേണ്ടി 1.5 കോടി രൂപയോളമാണ് ഇപ്പോൾ ഇതിനു വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെയാണ്, ഈ പാലത്തിലൂടെ നടന്നാണ് യുവതലമുറയിലേക്ക് മന്ത്രി പി രാജീവ് രാഷ്ട്രീയം സംസാരിക്കുന്നത്. അവർക്കൊപ്പം നടന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ മുന്നോട്ട് പിന്നോട്ട് പോകുമോ എന്നൊക്കെയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമായി സിനിമ കലാകാരന്മാരുടെ ഒപ്പം അദ്ദേഹം ഈ പാലത്തിലൂടെ നടക്കുകയാണ്. ക്യാമറാമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.